എത്ര പേരുണ്ട് അവനവന്റെ പേരിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എൻ്റെ പേര് ഇപ്പൊ അനൂപ് എന്നാണ്. എൻ്റെ പേര് അനൂപ് എന്നാണെന്ന് പറയുന്നതിനകത്ത് ആരും സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പേരുള്ള ഒരു 365 പേര് വേറെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഏതൊക്കെ അടുത്ത് പഠിക്കാൻ പോയിട്ടുണ്ടോ എൻ്റെ പേരുള്ള മിനിമം 2 പേരെങ്കിലും കാണും. ഞാനും വേറെ ഒരാളെങ്കിലും കാണും. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ 3 പേരൊക്കെ ഉണ്ടാകും. അതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ വീട്ടിൽ അമ്മ എന്തിനാ എൻ്റെ പേര് അനൂപ് എന്നിട്ട് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരു 3 അനൂപന്മാർ. എന്തിനാ അമ്മ ഇട്ടെ? അപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ എടാ മോനെ, ആ സമയത്ത് ആർക്കും ഇല്ലാത്ത പേരായിരുന്നു അനൂപ്. ഈ ഡയലോഗാണ് എല്ലാവരും പറയുന്നത്. അഖിലിന് ഈ ഡയലോഗ് കിട്ടും, അരുണിന് ഈ ഡയലോഗ് കിട്ടും, അതുപോലെ തന്നെ കാർത്തിക്, കിരൺ, അങ്ങനെ പലതും. ഈ കോമൺ ആയിട്ടുള്ള പേരുകൾക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന ഒരേ ഒരു ഉത്തരം ഇതാണ്: മോനെ, നിനക്ക് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് ആ പേര്. ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങി ഒരു കല്ല് മേളിലോട്ട് ഇട്ടാൽ മറ്റേ വീട്ടുകാരുടെ തല വീഴെന്ന് പറഞ്ഞ പോലാണ് അനൂപന്മാരുടെ തലയിൽ. എവിടെ ചെന്നാലും മിനിമം ഒരു അനൂപെങ്കിലും കിട്ടും കൂട്ടിന്. ആകെ വേർതിരിക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരിടയ്ക്ക് അവർ ഒരു ഇരട്ടപ്പേരിടും. ഇപ്പം നീളമുള്ള അനൂപിന് കൊലൻ അനൂപ്, നീളം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കുള്ളൻ അനൂപ്, അങ്ങനെയൊക്കെ ആകും. പേര് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, എന്തിനാണ് ഈ എ വെച്ച് പേരിടുന്നത്? എ വെച്ച് പേര് എന്നവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. മിക്കപ്പോഴും എല്ലാ പരിപാടിക്കും എന്ത് സംഭവിച്ചാലും ആദ്യം കിട്ടുന്ന പൊട്ട് ഏകാർക്കായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയ്ക്ക് എഴുതാൻ പോയാൽ, നിങ്ങൾ ഒരു അസൈൻമെന്റ് വെക്കാൻ പോയാൽ ആദ്യം എ വെക്കണം. ഏകാരായിരിക്കും വെക്കുന്നത്. അബി എന്നൊക്കെ ആണെങ്കിൽ എ ബി, അല്ലെങ്കിൽ 2 എ ഒക്കെ ആദ്യം ഉള്ളവരൊക്കെ ആണെങ്കിൽ എപ്പോഴും റോൾ നമ്പർ 1 ആയിരിക്കും. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും അറ്റൻഡൻസ് കിട്ടത്തില്ല. കാരണം എപ്പോഴും നമ്മൾ ലേറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഒരിക്കലും അറ്റൻഡൻസ് കിട്ടത്തില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. പിന്നെ വേറെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് പോകുന്നതാണ്. നമ്മൾ വിചാരിക്കും, ദൈവമേ, ആരെങ്കിലും ഒക്കെ ഫ്രണ്ടിൽ വന്നായിരുന്നു, പറയാനും കാണിക്കാനും ഒക്കെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നെങ്കിലോ. എവിടെ ഇന്നേ വരെ ഏതൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ടോ ഒരു 80% പരീക്ഷകളിലും എൻ്റെ മുമ്പിൽ ഒന്നെങ്കിൽ ഫിത്തി ആയിരിക്കും, അല്ലെങ്കിൽ ബോർഡ്, വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡോ ആയിരിക്കും. കാരണം ആരും കാണത്തില്ല, നമ്മുടെ ഫ്രണ്ടിൽ ആരും കാണത്തില്ല. ഒന്ന് ചോദിച്ചു പറഞ്ഞ് എഴുതാൻ പോലും. എന്തെങ്കിലും ഒരു പണി കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അസൈൻമെന്റ് വെക്കുക അല്ലെങ്കിൽ ഒരു സെമിനാർ നടത്തുക, ആദ്യം വിളിക്കുന്നത് എ ആയിരിക്കും. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈവ. ലാബൊക്കെ കഴിഞ്ഞിട്ട് വൈവ ഉണ്ടല്ലോ, ആദ്യം തൊട്ടുള്ളവന്മാരെ വിളിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സാറുമാര് കറക്റ്റ് പ്രിപ്പയർ ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ മൊത്തം നമ്മളോടായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മളിപ്പോ കുറെയൊക്കെ പറഞ്ഞെങ്കിലും അവന്മാര് പിന്നെയും ഇടും. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റിക്കാൻ വേണ്ടി അവരിടും. നമ്മൾ എന്തായാലും പൊട്ടും. പക്ഷെ ഈ പുറകോട്ട് വരുമ്പോഴാണ് അവർക്കൊക്കെ ഗുണം. കാരണം നമ്മൾ ഈ ആൻസർ എല്ലാം അവരുടെ ഇന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കുമല്ലോ ഏതൊക്കെ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗുണമാണ്. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല പേര് ഇസഡ് വെച്ചിടണം. എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റിലെ എല്ലാം കിട്ടും. നമ്മൾ വീട്ടുകാരോട് ചോദിച്ചു നോക്കുക, എ വെച്ച് എന്തിനാ പേരിട്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് ആദ്യം കിട്ടാൻ വേണ്ടിയാണ് എ വെച്ച് പേരിട്ട്. പിന്നല്ലേ മനസ്സിലായത് ആദ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ പണി ആദ്യം കിട്ടാനാണെന്ന്. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോരാഞ്ഞിട്ടാണ് ഇനി സ്കൂളിലും കോളേജിലും നാട്ടിലും കിട്ടാൻ തുടങ്ങി.